IFPHന്റെ 1374 ദിവസത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഡോക്ടർ ഗോപകുമാർ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ഗോപകുമാർ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങ് ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. നന്ദി ഡോക്ടർ ഗോപകുമാർ. നമുക്കറിയാം, പച്ചയാം വിരിപ്പിട്ട് സഹ്യനിൽ തല ചായ്ച്ചും, അതാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി. നമുക്ക് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ഡോക്ടർ ഷൈല ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേക പരിപാടിയാണ്, പ്രത്യേക പ്രോഗ്രാമാണ് ഇന്ന് മലയാള സെഷനിൽ നടക്കുന്നത്. നേരത്തെ അജിനി ഡോക്ടർ പറഞ്ഞ പോലെ നേച്ചർ സേവ്സ് അസ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് പ്രകൃതി ഇപ്പം നമ്മളെ സംരക്ഷിക്കുന്നുണ്ടോ? പല സ്ഥലത്തും സംരക്ഷണം, നമ്മളെ മോശമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സംരക്ഷണം കിട്ടാത്ത അവസ്ഥയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള ദിവസങ്ങൾ ആചരിക്കുന്നത്, ഓർക്കുന്നത് വളരെ ഉചിതമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ നമുക്ക് ഈ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നത് ഡോക്ടർ അജയ്കുമാർ വർമ്മ സാറാണ്. സാറ് ചീഫ് സയന്റിസ്റ്റ് ആയിരുന്നു. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസ് എന്നുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് സയന്റിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം എൻവയോൺമെന്റൽ അപ്രൈസൽ കമ്മിറ്റി ചെയർമാനാണ്. അതുപോലെ ഒരു മഹത് വ്യക്തിയെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് അജയകുമാർ വർമ്മ സാറാണെങ്കിൽ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി എത്തുന്നത് ഡോക്ടർ ജയകുമാർ CV സാറാണ്. ആ ജയകുമാർ സാറിനെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുവാനായി എത്തുന്ന സാറ് പരിസ്ഥിതി സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം അധ്യാപകർക്കുള്ള ദേശീയ പുരസ്കാരവും നേടിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ ഞാൻ വളരെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി പറയുന്നത് IFPHന്റെ ചുക്കാൻ പിടിക്കുന്ന, വെബ് പരമ്പരയുടെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ ധനേഷാണ്. അദ്ദേഹത്തെ ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ മോഡറേറ്റർ മനോജ് ഡോക്ടറാണ് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഓർമ്മിപ്പിച്ച് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിനെയും ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഒത്തിരി ഡോക്ടർമാരും ഹോമിയോപ്പതി സ്നേഹികളും സ്റ്റുഡൻസും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ ഷൈല. അപ്പൊ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായിട്ട് ഡോക്ടർ അജയ്കുമാർ വർമ്മ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? ഉണ്ട് സാർ, കാണാം. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ,
പ്രിയപ്പെട്ട ഡോക്ടർ മനോജ്, മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട ഹോമിയോപ്പതി ഡോക്ടർ സുഹൃത്തുക്കളെ, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടെ ആചരിക്കുന്ന ഒരു ദിനമാണ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. 2024 എല്ലാ വർഷവും ഇത് ആചരിച്ചു വരുന്നുണ്ട്. 2024 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ ഒരു മുഖ്യ വിഷയമായി കണ്ടിട്ടുള്ളത് ഡെസർട്ടിഫിക്കേഷൻ, ലാൻഡ് റെസ്റ്റോറേഷൻ, ഡ്രോട്ട് റെസിലിയൻസ്, ഈ ഒരു വിഷയമാണ്. അതായത് മരുവത്കരണം, വരൾച്ച പ്രതിരോധം, ഭൂമിയുടെ പുനഃസ്ഥാപനം. ഈ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നാം പുനഃസ്ഥാപനത്തിൻ്റെ തലമുറ എന്നുള്ള വിഷയമാണ് ഇന്ന് ലോകം എമ്പാടും ചർച്ച ചെയ്തു വരുന്നത്. ഈ ഒരു തലമുറയുടെ ഉത്തരവാദിത്തമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ടും ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് മുമ്പിൽ വച്ചിട്ടുള്ളത്. പരിസ്ഥിതി ദിനത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ 1972 മുതലുള്ള കാലഘട്ടം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്താദ്യമായിട്ട് മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബന്ധം, അതുപോലെ തന്നെ പരിസ്ഥിതിയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനം എങ്ങനെ നമുക്ക് കെട്ടിപ്പടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായിട്ടുള്ള ഒരു ലോക സമ്മേളനം നടക്കുന്നത് 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ്. ഈ സമ്മേളനം 126 രാജ്യങ്ങൾ ചേർന്ന് ജൂൺ 5 മുതൽ ഏതാണ്ട് ജൂൺ 16 വരെ നീണ്ടുനിന്ന് വിവിധങ്ങളായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവയ്ക്ക് ഓരോ രാജ്യവും സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികളും മറ്റും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുണ്ടായി. ഭാരതത്തിന് അഭിമാനം ഉണ്ടാക്കിയ ഒരു സമ്മേളനം കൂടിയാണ് ഇത്. കാരണം പരിസ്ഥിതി സംരക്ഷണവും ദാരിദ്ര്യ ലഘൂകരണവുമായി വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം ഊന്നിക്കൊണ്ടാണ് നമ്മളുടെ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ആ യോഗത്തിൽ സംസാരിച്ചത്. എല്ലാ രാജ്യങ്ങളും ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും തയ്യാറാകുകയുണ്ടായി. 1972 യോഗത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഐക്യരാഷ്ട്രസഭ ഒരു പ്രത്യേക സമിതിക്ക് രൂപം കൊടുത്തു. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം എന്നാണ് ആ സമിതിയുടെ പേര്. പിൽക്കാലത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ലോകത്താകെ നേതൃത്വം കൊടുക്കുന്നതിന് ഈ ഒരു സംവിധാനമാണ് പ്രയോജനപ്പെട്ടത്. അതോടൊപ്പം എല്ലാ വർഷവും പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിനും തീരുമാനമെടുക്കുകയുണ്ടായി. അങ്ങനെ 1973 ഒരേ ഒരു ഭൂമി എന്ന ഏറ്റവും പ്രസക്തമായ വിഷയത്തിൽ അടിസ്ഥാനമാക്കിയാണ് ആദ്യത്തെ പരിസ്ഥിതി ദിന ആചരണം നടന്നത്. അതിനെ തുടർന്ന് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിസ്ഥിതി മേഖലയിൽ വന്നു. 72 പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ രാജ്യങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന് ഉതകുന്ന വിവിധ നയങ്ങൾ രൂപീകരിച്ചു, നിയമങ്ങൾ രൂപീകരിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾക്ക് രൂപം കൊടുത്തു. അങ്ങനെ ഇന്ത്യയിലും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് 1981 വായു മലിനീകരണ നിയന്ത്രണ നിയമവും ജലമലിനീകരണ നിയന്ത്രണ നിയമവും ഉണ്ടായത്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ രൂപം കൊടുത്തു. അങ്ങനെ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട 2 മേഖലകൾ, വായുവും ജലവും നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം രാജ്യത്ത് സംജാതമായി. ഇതോടൊപ്പം 1986 ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് ഇന്ത്യ രൂപം കൊടുത്തു. തുടർന്ന് ഇങ്ങോട്ട് ഈ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൻ്റെ കീഴിൽ നിരവധിയായിട്ടുള്ള ചട്ടങ്ങളും നോട്ടിഫിക്കേഷനുകളും ഒക്കെ ഉണ്ടാകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രവർത്തനങ്ങളും, ഇപ്പോൾ പരിസ്ഥിതി ആഘാത പഠനം, പരിസ്ഥിതി ക്ലിയറൻസ്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. തുടർന്ന് 1992 വളരെ വിപുലമായിട്ടുള്ള ഒരു എർത്ത് സമ്മിറ്റ് ജനീറോയിൽ, ബ്രസീലിലെ റയോ ഡി ജനീറോയിൽ നടക്കുകയുണ്ടായി. അവിടെ പ്രധാനമായിട്ട് മനുഷ്യനും പരിസ്ഥിതിയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ വികസനം സുസ്ഥിരമായി നിലനിർത്തുന്നതിന് എപ്രകാരമുള്ള
നിലപാടുകൾ ഓരോ രാജ്യവും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഉതകുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുകയുണ്ടായത്. പരിസ്ഥിതി വികസനവും സംബന്ധിച്ചുള്ള വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു വലിയ എർത്ത് സമ്മിറ്റാണ് 1992 റയോ കോൺഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ആ കാലഘട്ടത്തിലാണ്, ഈ എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ കൺവെൻഷൻ രൂപം കൊടുക്കുന്നത്. ഇതിനെ തുടർന്ന് 2002 നമുക്കൊക്കെ അറിയാം, ഇന്ത്യയിൽ ഒരു ജൈവ വൈവിധ്യ നയം ഉണ്ടായി, ജൈവ വൈവിധ്യ നിയമം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കേന്ദ്രതലത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും ജൈവ വൈവിധ്യ സംരക്ഷണ ബോർഡുകൾക്ക് രൂപം കൊടുക്കുന്നതിനായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആരോഗ്യ മേഖലയിലൊക്കെ വളരെയധികം സഹായം ചെയ്യുന്നതിന് ജൈവ വൈവിധ്യം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രസക്തമാണ്. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായത്. തുടർന്ന് 2002 സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിപുലമായ ചർച്ചകൾക്കൊക്കെ ഐക്യരാഷ്ട്രസഭ നേതൃത്വം കൊടുത്തുകൊണ്ട് ജോഹന്നാസ്ബർഗിൽ വിവിധ രാജ്യങ്ങളുടെ യോഗം വിളിച്ചു. അങ്ങനെ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും 2012 വിപുലമായിട്ടുള്ള ഒരു ആഗോളതല സമ്മേളനം സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്നും അതിലൂടെ ദാരിദ്ര്യ ലഘൂകരണം, ഭക്ഷ്യക്ഷാമം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ജലലഭ്യത കുറയുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള സമുദ്രത്തിൻ്റെ സംരക്ഷണം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളുടെ സംരക്ഷണത്തിലൂടെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഓരോ രാജ്യവും നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുകയും അതിനുള്ള രീതികൾ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്ത ഒരു സമ്മേളനമാണ് 2012 ഉണ്ടായത്. ഈ കാലഘട്ടത്തിൽ 1992 മുതൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ വന്നു. ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനം, ഒരു സംഘടന തന്നെ രൂപപ്പെടുത്തി. അതിൻ്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുന്നതിനുള്ള IPC ഇതുപോലുള്ള സംവിധാനങ്ങളുണ്ടായി. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിസ്ഥിതി മേഖല നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നതിനും രാജ്യങ്ങളുടെ നയരൂപീകരണത്തിന് സഹായിക്കുന്നതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിലൊക്കെ നടക്കുകയുണ്ടായി. ഇതിനൊക്കെ സഹായം നൽകിക്കൊണ്ട് ഈ കാലഘട്ടത്തിലെ ഓരോ വർഷത്തിലെയും ഓരോ വിഷയമെടുത്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങളുടെ വിഷയമെടുത്തുകൊണ്ട് അത് ലോകമെമ്പാടും എല്ലാ ജനങ്ങളും ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് വിവിധ പരിസ്ഥിതി സംഘടനകളുടെ നേതൃത്വത്തിൽ ഓരോ വർഷവും ഓരോ രാജ്യങ്ങൾ അതിൻ്റെ ആതിഥേയത്വം ഏറ്റെടുത്തുകൊണ്ട് നടക്കുകയുണ്ടായി. അപ്പം അത് ലോകത്തിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വിപുലമായ തലത്തിൽ ചർച്ച ചെയ്യുന്നതിന് സാധ്യമായി. ഇന്ന് തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഈ വർഷത്തെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംഘടന തന്നെ ഒരു വിപുലമായ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ചർച്ച ചെയ്യുന്നു. ഇതുപോലെ നിരവധിയായിട്ടുള്ള ഇന്ന് തന്നെ ഞാൻ 2-3 മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുന്നതിനിടയായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ വിപുലമായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നു, അതിൽ ചർച്ചകൾ നടക്കുന്നു, അതിൽ നിന്ന് പ്രചോദനങ്ങളും പ്രേരണയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സമൂഹത്തിൻ്റെ ശ്രമവും നടക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നു വരികയാണ്. 2022 തീർച്ചയായിട്ടും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോള താപനത്തിൻ്റെ വർധന അത് നിയന്ത്രിക്കുന്നതിനൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക്ഹോമിൽ തന്നെ 50+ എന്ന് പറയുന്ന ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. 1972 ശേഷം 80 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു സമ്മേളനം എന്നുള്ള നിലയ്ക്കാണ് സ്റ്റോക്ക്ഹോം 50+ എന്ന സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത്. എല്ലാവരുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി ആരോഗ്യമുള്ള ഒരു ഗ്രഹം നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും നമ്മളുടെ അവസരം നമുക്ക് അത്തരത്തിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആശയം ഊന്നിക്കൊണ്ടാണ് ഈ 2022 ഒരു സമ്മേളനം ഐക്യരാഷ്ട്രസഭ വിളിച്ചു കൂട്ടിയത്. ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 2023 മുതൽ 30 വരെ ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനത്തിനുള്ള ദശകമായി ഐക്യരാഷ്ട്രസഭ ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അതായത് UN ഡിക്കേഡ് ഓഫ് എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ 2023 മുതൽ 2030 വിവിധങ്ങളായിട്ടുള്ള പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്.
അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് മരുവത്കരണവുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം മരുഭൂമിയായി മാറുന്ന സ്ഥിതി വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട്. മാറി വരുന്ന കാലാവസ്ഥ, നീണ്ടു നിൽക്കുന്ന വരൾച്ച, അതുപോലെ തന്നെ പിന്നെ ശാസ്ത്രീയമല്ലാത്ത കൃഷിരീതികൾ, വലിയ തോതിലുള്ള മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കത്തിൽ കൂടെയൊക്കെ ഭൂമിക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, ഇതിലൂടെയൊക്കെ വലിയ തോതിലുള്ള ഭൂജല ആവാസ വ്യവസ്ഥയിൽ ദോഷങ്ങളുണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് മരുവത്കരണത്തിന് കാരണമാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വളരെ വ്യാപകമായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ദശകത്തിന് തന്നെ രൂപം കൊടുത്തുകൊണ്ട് ആ ദശകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ദിന ആചരണം ഈ ഡെസർട്ടേഷൻ മരുവത്കരണം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആകണം എന്നുള്ള തീരുമാനത്തിലാണ് ഈ വർഷത്തെ പ്രവർത്തനം അത്തരത്തിൽ രൂപം കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് 35 കോടി, ഈ ഒരു ദശകത്തിൽ 35 കോടി ഹെക്ടർ ഭൂജല ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി ഓരോ രാജ്യവും അവരുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ $1,00,000 കോടി തത്തുല്യമായിട്ടുള്ള പാരിസ്ഥിതിക സേവനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പുനഃസ്ഥാപനത്തിലൂടെ കൈവരിക്കണം എന്നുള്ളതാണ്. അത് നടക്കും. കാരണം മരുവത്കരണം നേരിടുന്ന പ്രദേശങ്ങൾ പുനഃസ്ഥാപിച്ച് അവിടെ കൃഷിയും അതുപോലെ തന്നെ അവിടുത്തെ ഭൂജല ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിലൂടെ അത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാനായിട്ടാകും. രണ്ടാമത്, 1300 മുതൽ 2600 ദശലക്ഷം ടൺ ഹരിതഗൃഹവാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നീക്കം ചെയ്യാനായിട്ട് ഈ ഒരു പുനഃസ്ഥാപന പ്രവർത്തനം, ഈ ദശകത്തിൽ നടക്കാൻ പോകുന്ന പുനഃസ്ഥാപന പ്രവർത്തനം സഹായിക്കും എന്നുള്ളൊരു കാര്യം. ഈ 2 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് വലിയ തോതിലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഈ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചകളൊക്കെ നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ 52 വർഷത്തെ പ്രവർത്തനം ഓരോ രാജ്യത്തിനും അവരുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതുപോലെ തന്നെ നയരൂപീകരണം, അതുമായി ബന്ധപ്പെട്ടുള്ള നയരൂപീകരണം, അതുപോലെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന്, ആ നിയമങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും നൂതന സാധ്യതകൾ കണ്ടെത്തി അവ നടപ്പിലാക്കുന്നതിനൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 50 വർഷമായിട്ട് നടന്നു വരുന്നത്. അതിൽ ഒരു വലിയ മുന്നേറ്റം നേടാനായിട്ടാണ് ഈ ഒരു വർഷത്തെ ഈ മരുവത്കരണത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓരോ വർഷവും ഓരോ വിഷയമെടുത്താണ് ഇത് ചർച്ച നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓരോ രാജ്യമാണ് ഓരോ വർഷവും ഇതിന് ആതിഥ്യമരുളുന്നത്. ഇന്ത്യ ആദ്യമായിട്ട് ഇത്തരത്തിൽ ആഗോള പരിസ്ഥിതി ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥ്യം വഹിച്ച 2011 അന്ന് ഏറ്റെടുത്ത വിഷയം വനം ഭൂമിയുടെ വരദാനം എന്നുള്ളതായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ഈ ഇന്ത്യ ആതിഥ്യം അരുളിയെങ്കിലും എല്ലാ രാജ്യത്തും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ഈ തവണ ഈ മരുവത്കരണത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനം അതിൻ്റെ ആതിഥ്യം കൊടുക്കുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുകയും അത് ആഗോളതലത്തിൽ തന്നെ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ആത്യന്തികമായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥ സുസ്ഥിരമായിട്ട് നിലനിർത്തിക്കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം സുഖകരമാക്കുന്നതിനും ആരോഗ്യമുള്ള ഒരു പരിസ്ഥിതി രൂപപ്പെടുത്തിയെടുക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശങ്ങളാണ് വലിയ തോതിലുള്ള നിലനിൽക്കുന്ന ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ദിനത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ആവേശവും അതുപോലെ തന്നെ പ്രചോദനവും പ്രേരണയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് ജനസമൂഹങ്ങളിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കുന്നതിനും അവരെ ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും അതുപോലെ തന്നെ കടമയും. ഇന്നിപ്പോൾ പിന്നെ നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ കേരളവും വളരെ ബൃഹത്തായിട്ടുള്ള പല പുനഃസ്ഥാപന പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയുണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ 2017 ഹരിത കേരള മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ തന്നെ രൂപം കൊടുത്തുകൊണ്ട്
കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളം നേരിടുന്ന 3 പ്രധാനപ്പെട്ട മേഖലകൾ, അതായത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജലമേഖലയുമായി ബന്ധപ്പെട്ടുള്ള പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ സുസ്ഥിരമായിട്ടുള്ള കൃഷിരീതികൾ ആവിഷ്കരിക്കുന്നതിന്, അത് ജൈവ കൃഷിരീതിയൊക്കെ അവലംബിച്ച് മുമ്പോട്ട് പോകുന്നതിന്, അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള പച്ചത്തുരുത്തുകൾ, ചെറിയ ചെറിയ വനങ്ങൾ ഓരോ പ്രദേശത്തും രൂപപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനം നടന്നു. വലിയ തോതിൽ ചെറിയ നദികളും അരുവികളുമൊക്കെ വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു. ഇപ്പം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ചെങ്ങന്നൂർ പോലെയുള്ള പ്രദേശങ്ങളുടെ സമീപത്തുണ്ടായിരുന്ന ആദിപമ്പയും വരട്ടാറും പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു വലിയ പ്രവർത്തനം അത് ജനകീയമായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ചിറകളും അതുപോലെ തന്നെ കുളങ്ങളും അതുപോലെ ഈ അരുവികളുമൊക്കെ പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനത്തിലേക്ക് പോയി. അപ്പോൾ അത്തരത്തിൽ വിവിധ രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളും ഒക്കെ തന്നെ വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പരിസ്ഥിതി പ്രശ്നം വളരെ രൂക്ഷമായിട്ട് വരുന്നതോടൊപ്പം അത് നേരിടുന്നുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ളൊരു ദിവസമായിട്ട് ഇതിനെ കാണണം. ഹോമിയോപ്പതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അന്തർദേശീയ ഫോറത്തിൻ്റെ ഈ ഉദ്യമം വളരെ പ്രധാനമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ തന്നെയും പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും അത് ആരോഗ്യപരമായി സംരക്ഷിക്കുന്നതിനുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കുന്നതിനും വളരെ വേഗത്തിൽ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടന തന്നെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിന് മുൻപിട്ടിറങ്ങിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ആ സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഒരു യോഗം എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ പ്രധാനമാണ്. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് പ്രധാനപ്പെട്ട ഒരു അവതരണമായിട്ട് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നല്ല ചർച്ചകൾ നടക്കണം. നയങ്ങൾ രൂപീകരിക്കപ്പെടണം. അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മപരിപാടികൾ ഏറ്റെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടാകണം. ഇതൊക്കെ വളരെ വിജയപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടി തുടർന്നും ഈ സംഘടനയ്ക്ക് ഏറ്റെടുക്കാനും അതുപോലെ തന്നെ ചർച്ചകൾ സംഘടിപ്പിക്കാനും ഒക്കെ സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗമായിരുന്നു. നമുക്കറിയാം, ദശകോപ സമാവാപി ദശവാപി സമോഹൃത ദശഹൃത സമോപുത്ര ദശപുത്ര സമോദ്രുമ. 10 പുത്രന്മാർക്ക് തുല്യം ആണ് ഒരു വൃക്ഷം എന്നുള്ള നമ്മുടെ മഹത്തായ കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായാണ് നമ്മൾ ഭാരതീയർ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അടുത്ത മുഖ്യപ്രഭാഷണമാണ്. മുഖ്യപ്രഭാഷണത്തിനായിട്ട് ജയകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ. കേൾക്കാം സാർ. ഹലോ സാർ, കേൾക്കാം. ശരി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്നുള്ള സംഘടന ഇത്തരത്തിലൊരു വിഷയം ഏറ്റെടുത്തതിൽ ഞാൻ വളരെയധികം ആഹ്ലാദിക്കുന്നവനാണ്. ആർക്കും വേണ്ടാത്തതാണ് ഇപ്പോൾ പരിസ്ഥിതിയും പ്രകൃതിയും നമ്മുടെ പരിസരവും. അവനവന്റെ ആർത്തിക്ക് വേണ്ടി പരിസരത്തിനെയും പ്രകൃതിയെയും പരിസ്ഥിതിയെയും ഉപയോഗിക്കുന്ന ഒരു വാസന നമ്മുടെ മനുഷ്യവർഗത്തിൽ ഒരുപാട് പേർക്ക് വന്നു ചേർന്ന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദുരന്തങ്ങളെല്ലാം അനുഭവിക്കുന്നത്. എന്തായാലും ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരായ എല്ലാ ഡോക്ടർമാർക്കും, വിശിഷ്യ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ഇതുമായി ബന്ധപ്പെടുത്തുകയും ചെയ്ത ഇതിന്റെ മോഡറേറ്റർ കൂടിയായ ഡോക്ടർ മനോജ് സാർ, മറ്റംഗങ്ങളെ, എന്നെ ശ്രവിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും, എല്ലാവർക്കും ഞാൻ പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. ഇവിടെ എൻ്റെ വലിയൊരു ജോലി കുറച്ചു. നമ്മുടെ ഉദ്ഘാടകൻ വളരെ സമഗ്രവും സുഗ്രാഹ്യവുമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. സത്യത്തില് എൻ്റെ ഭാഗം ഒരു 75% അദ്ദേഹം തീർത്തത് കൊണ്ട് ഞാൻ ഇനി ആ ഭാഗത്തോട്ട് പോകുന്നില്ല. നമുക്കിനി അല്പം വഴി തിരിഞ്ഞു തന്നെ പോകാം. എന്തെന്നാൽ വിഷയം അത് തന്നെ, എന്നാലും കുറച്ചുകൂടി വിപുലപ്പെടുത്തി ഉള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. പരിപാടിയിലേക്ക് കിടക്കുകയാണ്.
പരിസ്ഥിതി ഇവിടെ സാറ് പറഞ്ഞു 1972 UN-യുടെ കീഴിലാണ് ഇത്തരത്തിൽ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്തത്. സ്വീഡനിൽ വെച്ചാണ്. സ്വീഡനിൽ സ്റ്റോക്ക് ഹോമിൽ വെച്ചാണെന്നും സാറ് പറഞ്ഞു. അപ്പോൾ ഈ UN-യുടെ പ്രധാനമായ പല പരിപാടികൾക്കും പല സംഘടനകളുണ്ട് അവർക്ക്. അതായത് യുണിസെഫ് ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ഉണ്ട്, നിങ്ങളുടെ ഹോമിയോപ്പതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. യുനെസ്കോ ഉണ്ട്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ. പക്ഷേ വേറൊന്നുള്ളതാണ് യുണിപ്പ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ഇത് 1972 സ്വീഡനിൽ വെച്ച് ജൂൺ 5 കൂടിയ പരിസ്ഥിതി സമ്മേളനത്തിൽ വെച്ച് രൂപപ്പെട്ടതാണ്. അതിൻ്റെ കീഴിലാണ് ഇന്ന് പരിസ്ഥിതി പ്രശ്നവുമായി ധാരാളം കാര്യങ്ങൾ ലോകത്തെമ്പാടും നടക്കുന്നത്. അപ്പൊ ഇനി എന്താണ് പരിസ്ഥിതി? പലർക്കും പല ആശങ്കയാണ്. പരിസ്ഥിതി എന്താണ്? പ്രകൃതി എന്താണ്? പരിസരം എന്താണ്? ഇത് തങ്ങളിൽ വ്യത്യാസം എന്താണെന്നോ ഇത് തങ്ങളിൽ ഒന്നാണെന്നോ മനസ്സിലാക്കാൻ പലരും കഴിയുന്നില്ല. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണു തുറന്നാൽ കാണുന്നത് എല്ലാം പരിസ്ഥിതിയാണ്, അല്ലെങ്കിൽ പ്രകൃതിയാണ്, അല്ലെങ്കിൽ പരിസരമാണ്. അതുകൊണ്ട് ഇതിനെ പരിസ്ഥിതി ദിനമെന്നും പ്രകൃതി ദിനമെന്നും അഥവാ പരിസര ദിനമെന്നും പറയാം. നമ്മൾ കണ്ണു തുറന്നാൽ കാണുന്നതെന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് നിന്ന് കണ്ണു തുറന്നാൽ കാണുന്നത് പരിസ്ഥിതിയിൽ ഉൾപ്പെട്ടതാണ്. കുന്നും മലയും കിണറും കുളവും തടാകങ്ങളും നദിയും സമുദ്രവും എല്ലാം പ്രകൃതിയിൽപ്പെട്ടതാണ്. ഒന്നിനെയും തന്നെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് അടർത്തി നിർത്താൻ കഴിയില്ല. അത്രത്തോളം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രകൃതി. ഭൂമിയിൽ ഉടനീളം കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച സസ്യജന്തുജാലങ്ങളുടെ ക്രമാനുഗതമായ മാറ്റമാണ് ജീവപരിണാമം. അതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് പ്രപഞ്ച പരിണാമം. പ്രപഞ്ചത്തിന് ഏകദേശം 1380 കോടി വർഷത്തെ പഴക്കമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ താരാപഥങ്ങളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും പൊടിപടലങ്ങളും എല്ലാം ചേർന്നതാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിന്റെ മൊത്തം വലിപ്പം കണക്കാക്കിയാൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഒരു പൊട്ടിന്റെ അത്രയേ ഉള്ളൂ. അത്രയും വലിപ്പമുള്ളതാണ് നമ്മുടെ പ്രപഞ്ചം. അതൊരു പൊട്ടുപോലെ എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ് നമ്മുടെ ഭൂമി. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു. ഈ പ്രകൃതിയെ എന്നു മുതലാണോ മനുഷ്യൻ അവന്റെ അത്യാഗ്രഹത്തിനും അവന്റെ സ്വാർത്ഥലാഭത്തിനും വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ പ്രകൃതി ദുരന്തങ്ങളുടെ തുടക്കം കുറിച്ചു. വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം, ഉയരുന്ന സമുദ്രനിരപ്പ്, ജലമലിനീകരണം, ജനസംഖ്യാ വർധനം, വായു മലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യം, ഓസോൺ പാളികളുടെ വിള്ളൽ, കാർബൺ മാലിന്യം, എന്തിനേറെ പറയുന്നു ആഗോള താപനം വരെ. ഇതെല്ലാം ഭൂമിക്ക് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നമുക്ക് തിന്നു തീർക്കാനുള്ളതല്ല ഈ പ്രകൃതി സമ്പത്ത്. നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്. എന്നാൽ നമ്മുടെ അത്യാഗ്രഹത്തിന് ഒന്നും തന്നെ ഇല്ല. പരിസരത്തെയും ജൈവ വൈവിധ്യത്തിനെയും ആവാസ വ്യവസ്ഥയെയും കാത്തു സൂക്ഷിച്ച് തനിമയോടെ നിലനിർത്തി അവയ്ക്കിടയിൽ ഒരാളായി കഴിയണം. അവനാണ് പരിസ്ഥിതി സ്നേഹി, അവനാണ് സമൂഹ സ്നേഹി, അവനാണ് മനുഷ്യ സ്നേഹി. ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്ന് വിശ്വമഹാഗുരുവായ ശ്രീ നാരായണ ഗുരു പറഞ്ഞ ആ വാക്യം ഞാനിപ്പോ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഒരു പീഡയും നമ്മൾ പരിസ്ഥിതിക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഒരു കാരണത്താൽ ഒരു നുള്ളു പോലും, ഒരു പുഷ്പത്തിനെ പോലും നമ്മൾ നുള്ളി നോക്കാൻ പാടില്ല. പരിസ്ഥിതി പ്രശ്നങ്ങളാൽ പുകയുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഒന്നാണ് നമ്മുടെ കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. ഞാൻ ചുരുക്കുകയാണ്.
എന്താണ് ദിനങ്ങളുടെ പ്രാധാന്യം? ഇപ്പൊ നമ്മള് 1972 യുനെസ്കോ UN കീഴില് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് പരിപാടി കൂടി. അവിടെ യുണിപ്പ് എന്ന സംഘടന ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ദിനങ്ങളുടെ പ്രാധാന്യം എന്താണ്? ഇതെല്ലാം ദിനങ്ങളുണ്ട്. സമുദ്രദിനമുണ്ട്, നദീദിനമുണ്ട്, വനദിനമുണ്ട്, ഭൗമദിനമുണ്ട് എന്നിങ്ങനെ ഓരോ ദിനം, പരിസ്ഥിതി ദിനമുണ്ട്, ധാരാളം ദിനങ്ങളുണ്ട്. പക്ഷേ ഈ ദിനങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നേരത്തെ ഇവിടെ നമ്മുടെ ഉദ്ഘാടക പ്രാസംഗിക വർമ്മ സാർ അതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചു. എന്നാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇന്നും ഞാൻ 5 സ്കൂളുകളിൽ ഈ പരിസ്ഥിതി ദിനത്തിന്റെ ഉദ്ഘാടനവും തൈ നടലും ഒക്കെ കഴിഞ്ഞ ആളാണ്. പക്ഷെ തൈ നടലിന്റെ കാര്യം പറയണ്ട, എനിക്കും മനോജ് സാറിനും ഒക്കെ ഒരുപാട് അറിയാമെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ വർഷം നട്ട അതേ കുഴി തന്നെ ഇപ്പോഴും നടുന്ന ചില പ്രവണതയാണ് പലയിടത്തുള്ളത്. ഞാൻ പലയിടത്തും ചോദിക്കാറുണ്ട്, അപ്പോൾ സാറേ അത് പട്ടുപോയി, അത് തളിർത്തില്ല എന്ന് പറയും. നമ്മൾ തൈ നടുന്നതിലല്ല കാര്യം. 100 തൈ നടുന്നതിനേക്കാൾ നല്ലത് ഒരു തൈ നട്ട് വളർത്തി അതിനെ അന്തരീക്ഷത്തിന്റെ തനിമയാക്കി മാറ്റുന്നതിലാണ് സ്ഥിതിയാണ്. ഇന്ന് നടക്കുന്നത് സ്കൂളുകളിലായാലും സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനകളിലായാലും ഒരു പ്രഭാഷകനെ വിളിക്കും. അദ്ദേഹത്തിന്റെ അറിവിന്റെ പാരമ്യതയിൽ നിന്ന് കേൾക്കുന്ന ആരാണെന്നൊന്നും അദ്ദേഹം ശ്രദ്ധിക്കില്ല. ഈ അടുത്ത കാലത്ത് 5ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളിൽ തൈ നടാൻ എന്നെ വിളിച്ചു, മറ്റൊരു പ്രഭാഷകനെയും വിളിച്ചു. അദ്ദേഹം അവിടെ പറഞ്ഞതെല്ലാം ഓഖി കാര്യവും ആവാസ വ്യവസ്ഥയുടെയും ആഗോള താപനത്തിന്റെയും കാര്യമാണ്. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണേ, 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അത് പ്രയോജനമല്ല. അന്ന് തന്നെ നമുക്ക് തൈ നടൽ സംഭവവും നടന്നു. അവിടെ വെച്ച് ഞാൻ ചോദിച്ചു, കഴിഞ്ഞ വർഷം നിങ്ങളത് ആഘോഷിച്ചില്ലേ എന്ന് ചോദിച്ചു. അവ പറഞ്ഞു, സാർ ആഘോഷിച്ചു, പക്ഷെ അത് പൊടിച്ചില്ല, ഇത്തവണ നടന്നു എന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണ് നമ്മൾ പരിസ്ഥിതി ക്ലബ്ബുകൾ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുമായി എൻ്റെ കൺട്രോളിൽ തന്നെ 123 പരിസ്ഥിതി ക്ലബ്ബ് ഉണ്ട്. ഇന്ന് ഞാൻ പോയ 2 സ്കൂളിലും പരിസ്ഥിതി ക്ലബ്ബുകൾ ഉണ്ടാക്കി. അവിടെ അതിനുള്ള എന്തൊക്കെയാണോ മാനദണ്ഡം അതെല്ലാം പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ദിനാചരണം അതുകൊണ്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ യോഗം നടക്കട്ടെ, പ്രഭാഷണം നടക്കട്ടെ, പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ആ ദിനത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞ വർഷം നമ്മൾ എന്തൊക്കെയാണോ പ്ലാൻ തയ്യാറാക്കിയിരുന്നത് അത് നടത്തിയോ ഇല്ലയോ, നടത്തിയെങ്കിൽ അതിൻ്റെ മേന്മ എന്തായിരുന്നു, തിന്മ എന്തായിരുന്നു, അത് കണക്കിലെടുത്തും കൊണ്ട് അടുത്ത വർഷത്തേക്ക് ആ വിഷയാധിഷ്ഠിതമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ ഒരു വർഷം, നേരത്തെ ഇപ്പോൾ തന്നെ വർമ്മ സാറ് പറഞ്ഞു, ഭൂവൽക്കരണം ആണ്, അല്ലെങ്കിൽ ഭൂമി ഇനി തിരിച്ചു പിടിക്കുക, മരുവൽക്കരണം ഇല്ലാതെയാക്കുക. അതാണ് ഇത്തവണത്തെ തീം. കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷവും ഒക്കെ അതുപോലെയുള്ള തീമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞോ എന്നുള്ളതും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അല്ലാതെ ഓരോ പ്രാവശ്യവും പ്രസംഗം നടത്തുന്നു, വൈകിട്ട് മധുര പലഹാരം കൊടുക്കുന്നു, അതോടുകൂടി സമാപനവും നടക്കും. അങ്ങനെ അല്ല. നമുക്ക് പ്രസംഗം അല്ല വേണ്ടത്, പ്രവൃത്തിയാണ് വേണ്ടത് നാടിനെ രക്ഷിക്കാൻ. അല്ലെങ്കിൽ ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടി നമ്മൾ ഒരുപാട് കണ്ണീരൊഴിക്കേണ്ടി വരും. മരം വരമാണ്, വനം ദാനമാണ്. 2017 ഓഖി ചുഴലിക്കാറ്റും അതിനു മുമ്പത്തെ 2 വർഷങ്ങളിലുണ്ടായ വരൾച്ചയും 2018 പ്രളയവും മനുഷ്യനിർമ്മിത കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നാം ഓർക്കണം. പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും കാർഷിക രീതികളും പരസ്പരം സഹകരിച്ചുള്ള ഒരു നവ മനുഷ്യ ജീവിത ശൈലിക്ക് മാത്രമേ ഇനി പ്രകൃതിയെ സംരക്ഷിക്കാനാവൂ. അഴലോടുഴലുന്ന പാന്തനെ നിഴലിൽ തന്നെ രികത്തണച്ചിവൻ, അഴകും ഗുണവും തികഞ്ഞ നൽപഴവും പൂക്കളുമേകിടും മുത. വെയിലുകൊണ്ട് കഷ്ടപ്പെടുന്ന വഴിപോക്കനെ നിഴലാകുന്ന തൻ്റെ അരികത്ത് വിളിച്ച് അഴകും ഗുണവുമുള്ള നല്ല പഴവും പൂക്കളും കൊടുക്കുന്നു. ആരാ കൊടുക്കുന്നത്? വൃക്ഷം കൊടുക്കുന്നു. വൃക്ഷത്തിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ വൃക്ഷം തരുന്ന തണല് നമുക്ക് തരാൻ വേണ്ടി വൃക്ഷം അതിലേറെ കഠിനമായ ചൂട് ഏറ്റുവാങ്ങിയാണ് വൃക്ഷം നമുക്ക് തണല് തരുന്നതെന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. അതാണ് വൃക്ഷം നമുക്ക് തരുന്നത് ദാനം. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് പോകാൻ, ഞാൻ ഇതുവരെയും
പ്രകൃതിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പശ്ചിമഘട്ടവും ജൈവ വൈവിധ്യവും സുസ്ഥിര ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. സുസ്ഥിര വികസനത്തിനല്ല, സുസ്ഥിര ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. വികസനത്തിന് നമ്മൾ ഒരിക്കലും പശ്ചിമഘട്ടത്തിന് ജൈവ വൈവിധ്യത്തിനെ ഒന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇനി അത് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന ഹരിത വലയമാണ് പശ്ചിമഘട്ടം. 6 സംസ്ഥാനങ്ങളിലായി, അതായത് ഗുജറാത്തിലെ താപ്തി നദീമുഖം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ മഹേന്ദ്രഗിരി എന്ന് പറയുന്ന സ്ഥലം വരെ 6 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പർവ്വത ശൃംഖലയാണ് പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടം ആരവല്ലി പർവ്വതനിര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ളത് നമ്മുടെ പശ്ചിമഘട്ടത്തിനാണ്. ഹിമാലയത്തിനേക്കാൾ പഴക്കം കൂടുതലാണ്. അത്രത്തോളം ജൈവ വൈവിധ്യവും നമ്മുടെ ഈ മലനിരയ്ക്കുണ്ട്. ഇത് 1600 കിലോമീറ്റർ നീളത്തിലാണ് ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരി വരെ എത്തുന്നത്. ഇതിന്റെ ശരാശരി പൊക്കം എന്ന് പറയുന്നത് 1200 മീറ്ററാണ്. ഇത് വ്യാപിച്ചു കിടക്കുന്നത്, ഇതിന്റെ ബ്രിഡ്ത്ത് അതായത് വീതി എന്ന് പറയുന്നത് 100 കിലോമീറ്ററാണ്. അപ്പോൾ 1600 കിലോമീറ്റർ നീളവും ശരാശരി 1200 മീറ്റർ പൊക്കവും ശരാശരി 100 കിലോമീറ്റർ വീതിയും ഉള്ള ഒരു പർവ്വത ശൃംഖലയാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഈ പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇത് നമ്മുടെ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് വരുന്നത്. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പശ്ചിമഘട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലർക്കും ഇത് സംശയമാണ്, പലരും ചോദിക്കാറുണ്ട്. കേരളത്തിന്റെ പടിഞ്ഞാറ് എന്ന് പറയുന്നത് നമ്മുടെ അറബിക്കടൽ പോട്ടെ. അപ്പോ അങ്ങനെ താപ്തി നദി മുതൽ ഇതുവരെ ജയിച്ചു കിടക്കുന്ന ഈ പർവ്വത ശൃംഖലയാണ്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നുപോലെ അല്ല ഇതിന്റെ സ്പർശം, ഇതിന്റെ സാന്നിധ്യം. ഏറ്റവും കൂടുതൽ ഇതിന്റെ സാന്നിധ്യം ഉള്ളത് കർണാടകത്തിലാണ്. അത് ഏറ്റവും കുറവുള്ളത് നമ്മുടെ ഗോവയിലാണ്. ഗോവ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സംസ്ഥാനമാണ്. ആ സംസ്ഥാനങ്ങളുടെ പേര് ഞാൻ പറഞ്ഞില്ല. വടക്ക് നിന്ന് തെക്കോട്ട് തന്നെ പറയാം. ഗുജറാത്ത്, അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, അത് കഴിഞ്ഞാൽ കർണാടക, അത് കഴിഞ്ഞാൽ ഗോവ, അത് കഴിഞ്ഞാൽ കേരളം, അത് കഴിഞ്ഞാൽ തമിഴ്നാട്. ഇങ്ങനെയാണ് 6 സംസ്ഥാനം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ സ്പർശം ഉള്ളത്, സാന്നിധ്യമുള്ളത് കർണാടകത്തിലാണ്. ഏറ്റവും കുറവ് ഉള്ളത് നമ്മുടെ ഗോവയിലുമാണ്. ഗോവ ഒരു ചെറിയ സംസ്ഥാനം എന്നാണ് നമുക്കറിയാം. അത്ര ഉള്ള ഒരു സാമീപ്യമേ ഉള്ളൂ. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ആകെ റവന്യൂ ജില്ലകൾ 14 നമുക്കറിയാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, വടക്കേ അറ്റം കാസർഗോഡ് മുതൽ തെക്കേ അറ്റം തിരുവനന്തപുരം വരെ 14 റവന്യൂ ജില്ലകളാണുള്ളത്. ഇതിൽ 13 റവന്യൂ ജില്ലകളിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ സാമീപ്യമുണ്ട്. ഒരേ ഒരു ജില്ലയിൽ മാത്രമേ ഇല്ലാതെ ഉള്ളൂ, അതായത് ആലപ്പുഴ മാത്രമാണ്. അപ്പോൾ അത് പശ്ചിമഘട്ടത്തിന്റെ ആ സാമീപ്യം നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പശ്ചിമഘട്ടത്തിലെ പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഒരു പുഷ്പമുണ്ട്, നമുക്ക് അറിയാം, നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നതാണ്. പശ്ചിമഘട്ടത്തിലെ സുഖവാസ കേന്ദ്രം എന്നറിയപ്പെടുന്ന റാണി സ്ഥലമുണ്ട്, അത് ഊട്ടിയാണ്. ഊട്ടി പശ്ചിമഘട്ടം, ഊട്ടി ഇത് തമിഴ്നാട്ടിലാണ്. ഈ പശ്ചിമഘട്ടത്തിന് തന്നെ സഖ്യാദ്രി എന്നും സഖ്യപർവ്വതമെന്നും നീലഗിരി മലകളെന്നും പല പേരിലാണ് പലയിടത്തും അറിയപ്പെടുന്നത്. അതിന്റെ യഥാർത്ഥ ഹിസ്റ്റോറിക്കൽ നെയിം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ട്, അതായത് പശ്ചിമഘട്ടം ആണ്. ആനമുടി, അതായത് എവറസ്റ്റ് കൊടുമുടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും പൊക്കമുള്ള കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ്. അത് 2695 മീറ്റർ പൊക്കമാണ്. ഇത് നമ്മുടെ കേരളത്തിലാണ്, പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിന്റെ ഭാഗത്താണ് ഇത് സ്പർശിക്കുന്നത്. അതായത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലും മൂന്നാർ എന്ന് പറയുന്ന പഞ്ചായത്തിലാണെന്നുള്ളത് കൂടെ
ഇത്തരണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെ പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിലായി വിഭജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗുജറാത്തിലെ താപ്തി നദി മുതൽ മഹേന്ദ്രഗിരി വരെ തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞു. പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ കർണാടകത്തിലാണെന്ന് പറഞ്ഞു. ഏറ്റവും കുറവ് ഗോവയിലാണെന്നും പറഞ്ഞു. 1200 കിലോമീറ്റർ നീളമുള്ള പശ്ചിമഘട്ടത്തിന്റെ പല ഭാഗങ്ങളിലും ചുരങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത് നമ്മളെ പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം എന്ന് പറയുമ്പോൾ കേരളത്തിനെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്, അഥവാ പാലക്കാടിനെ കോയമ്പത്തൂരുമായിട്ട് ബന്ധിപ്പിക്കും. അതാണ് ഏറ്റവും വലിയ ചുരം. വേറൊന്ന് താൽക്കട്ട് ചുരം, അത് നാസിക്കിനെ ബോംബെയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. വേറൊന്നുണ്ട് വാൽക്കട്ട് ചുരം, അത് ബോംബെയെ പൂനെയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. ഇതാണ് പ്രധാനമായ മൊത്തത്തിൽ 12-13 ചുരങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ താമരശ്ശേരി ചുരമുണ്ട് കേരളത്തിൽ, വയനാടുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് ഞാൻ ചെറിയ ചെറിയ ചുരങ്ങളെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ചുരമാണ്. അവിടെയാണ് നമ്മളെ കാറ്റാടി ഒരുപാട് നിർത്തിയിട്ടുണ്ട്. അവിടെ കൂടെയാണ് നമ്മൾ പാലക്കാട് നിന്ന് തമിഴ്നാട്ടിലോട്ട് കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. ഇതിന്റെ സ്ഥിതി വിവരമാണ് ഞാൻ പറഞ്ഞത്. അതായത് പശ്ചിമഘട്ടത്തിന്റെ സ്ഥിതി വിവരമാണ് പറഞ്ഞത്. ഇനി ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിലോട്ട് പോയാൽ, ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് പശ്ചിമഘട്ടം. മറ്റൊരിടത്തും കാണാത്ത സസ്യജന്തുജാലങ്ങളും പക്ഷി മൃഗാദികളും സസ്തനികളും കൊണ്ട് വളരെയധികം പരിപോഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. വവ്വാലുകള്, സസ്തനികളിൽ ഏറ്റവും കൂടുതൽ വവ്വാലുകൾ, അത് പഴ വവ്വാൽ, അങ്ങനെ 3-4 തരം വവ്വാലുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് പശ്ചിമഘട്ടത്തിലാണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നതായ ഒരു ചിത്രകൂടം ശരപ്പക്ഷിയുണ്ട്. ചിത്രകൂടം ശരപ്പക്ഷി, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉമിനീരുപയോഗിച്ച് അത് കൂടുണ്ടാക്കുന്നു. ഉമിനീരുപയോഗിച്ച് കൂടുണ്ടാക്കി ആ കൂട്ടിലാണ് ഈ ചിത്രകൂടം ശരപ്പക്ഷി കഴിയുന്നത്. വേറെ നക്ഷത്രയാമകൾ, ഇത് ഞാൻ ഈ പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മാത്രം ഇന്നുവരെ കണ്ടിട്ടുള്ള സംഗതികളാണ്. ഗരുഡശലഭം, പറ ഓന്ത്, അതുപോലെ തന്നെ ദിനോസറുകളുടെ കാലത്ത്, ദിനോസറുകൾ നമുക്കറിയാം വംശനാശം വന്ന് നഷ്ടപ്പെട്ടിട്ട്, വംശനാശം വന്ന് മൺമറഞ്ഞു പോയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ട പാതാളത്തവള, ഇത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നതാണ് പാതാളത്തവള. വേറെ ശാസ്ത്രലോകത്തിന് പോലും പുതിയ ഒരറിവായ ഈറ്റത്തവളകൾ. ഈറ്റത്തവള എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത, ഈറ്റയ്ക്കുള്ളിലാണ് അവ ജീവിക്കുന്നത്. അവ ഈറ്റയ്ക്കുള്ളിൽ ജനിച്ച്, ഈറ്റയ്ക്കുള്ളിൽ ജീവിച്ച്, ഈറ്റയ്ക്കുള്ളിൽ പ്രജനനം നടത്തി അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്ന, അതാണ് ഈറ്റത്തവള. ഈറ്റയ്ക്കുള്ളിൽ മാത്രമാണ്. ഈറ്റ എന്ന് പറഞ്ഞാൽ ഈ മുള എന്ന് പറയുന്ന ബാമ്പു, അതിന്റെ ഒരു ചെറിയ രൂപമാണ് ഈറ്റ എന്ന് പറയുന്നത്. അത് ശാസ്ത്രലോകത്തിന് പുതിയ ഒരു അറിവായിരുന്നു. ഇതെല്ലാം പശ്ചിമഘട്ടത്തിന്റെ മാത്രം സമ്പത്താണ്. ഇത് മറ്റൊരിടത്തും ലോകത്ത് ഇന്നുവരെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല. ഇതിനു പുറമെ വ്യാവസായിക അടിസ്ഥാനത്തിലും സാമ്പത്തികവും അടിസ്ഥാനത്തിലും ഒരുപാട് കച്ചവടം നടക്കുന്ന ഔഷധ പ്രാധാന്യമുള്ള പല സസ്യങ്ങളും നമ്മുടെ പശ്ചിമഘട്ടത്തിലുണ്ട്. ആരോഗ്യപ്പച്ച പലരും കേട്ടിരിക്കും. കല്ലുവാഴ ചില പ്രത്യേക അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ചിറ്റരത്ത, ഗരുഡക്കൊടി, സർപ്പഗന്ധി, ഏലം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കാട്ടുകുരുമുളക് തുടങ്ങിയവയെല്ലാം, ഈ ജൈവ സസ്യ വൈവിധ്യങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിലും ഒരു രഹസ്യം 1920-നും 1990-നും ഇടയിലുള്ള 70 വർഷം കൊണ്ട് ഈ സസ്യ ജന്തു സമ്പത്തുകളിൽ 40% നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കണം.
1920-നും 1990-നും ഇടയിലുള്ള 70 വർഷം കൊണ്ട് നമ്മുടെ സസ്യ ജൈവ വൈവിധ്യത്തിൽ 40% ഇടിവ് വന്നിരിക്കുന്നു. ഇത് നമുക്ക് എന്ന് നികത്താൻ കഴിയും? ഇവയെ സംരക്ഷിക്കുന്നതിന് ഒരേക അഭിപ്രായം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഒരു സംസ്ഥാനത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് 2010 നിയോഗിക്കപ്പെട്ട പ്രൊഫസർ മാധവ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടും അതിന് തൊട്ടടുത്തുണ്ടായ കസ്തൂരി രംഗൻ റിപ്പോർട്ടും കേരളം നിയോഗിക്കപ്പെട്ട ഉമ്മൻ റിപ്പോർട്ടും ഇന്നും കോൾഡ് സ്റ്റോറേജിൽ തന്നെ ഇരിക്കുന്നത്. ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ഇത് നമുക്കൊരു ഏകാഭിപ്രായം രൂപീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ പലരുടെയും പല ആവശ്യത്തിനും നമ്മൾ വഴങ്ങിക്കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത്. നമുക്ക് പ്രകൃതി തന്ന ജൈവസമ്പത്തും സസ്യസമ്പത്തും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികൾ, ആ 41-ഉം 3-നെയും ഞാൻ തിരിച്ചു പറയുന്നില്ല, 44 നദികളെയും സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ച് വരും തലമുറയ്ക്ക് നൽകാൻ നമ്മൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ജലത്തിനും വായുവിനും വേണ്ടി നമ്മൾ ഒരുപാട് കണ്ണീരൊഴുക്കേണ്ടി വരും. കരുതാം, നമുക്കിനി ഓരോ തുള്ളിയും കരുതലോടെ. പണത്തെ നമുക്ക് ഭക്ഷിക്കാൻ കഴിയില്ല, ധനത്തെ ദാഹജലമാക്കാനും കഴിയില്ല, സമ്പത്തിനെ ശ്വസിക്കാനും കഴിയില്ല എന്ന് നാം തിരിച്ചറിയണം. അവസാനത്തെ മരവും മുറിക്കുന്നത് വരെ കാത്തിരിക്കാതെ, അവസാനത്തെ നദിയും മരിക്കുന്നത് വരെ കാത്തിരിക്കാതെ, സമചിത്തതയോടെ, ആത്മസംയമനത്തോടെ, ധൈര്യത്തോടെ നമുക്ക് അണിചേരാം ഒരു സുസ്ഥിര ജീവിതത്തിന് വേണ്ടി. നിശ്ചല സമൂഹം, തീരാ ശാപം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ നന്നായിട്ടൊരു പ്രഭാഷണമാണ്. ഒരുപാട് അറിവുകൾ കിട്ടി. ഇപ്പൊ നമുക്കറിയാം ഹോർത്തസ് മലബാറിക്കസ് ഈ പശ്ചിമഘട്ടത്തിലുള്ള ഒരുപാട് ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള നല്ലൊരു വിവരണമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ നല്ല രീതിയിൽ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ജനപ്രതിനിധികൾ ഇപ്പൊ നേരത്തെ അദ്ദേഹം നമ്മുടെ സാറ് പറഞ്ഞ പോലെ വരട്ടാർ സംരക്ഷണം വളരെ കാര്യമായിട്ട് ചെങ്ങന്നൂരിനടുത്തുള്ള ഒരു ആറ് വീണ്ടും ജീവിച്ചത് നമ്മൾ കഥ കണ്ടു. അതുപോലെ തന്നെ ഭൂമിക്കടിയിലൂടെ സരസ്വതി നദി ഒഴുകുന്നു പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വളരെ രസകരമായ കാര്യങ്ങളുടെ ഒപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നേമം ബ്ലോക്കിലാണെന്ന് തോന്നുന്നു, എന്റെ അറിവ് ശരിയാണെങ്കിൽ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഏറ്റവും അധികം ഉയർന്ന കഴിഞ്ഞ 5 വർഷത്തിൻ്റെക്ക് ഏറ്റവും ഉയർന്ന സ്ഥലം നേമത്താണ്. കാരണം നമ്മുടെ കാട്ടാക്കട MLA IB സതീഷ് ഒരുപാട് തന്നെ കുളങ്ങൾ ഒഴിച്ച, കേരളത്തിലെ ഏറ്റവും അധികം നിയമസഭാ മണ്ഡലത്തിൽ കുളങ്ങൾ ഒഴിച്ച സ്ഥലം, കാരണം ജലസംരക്ഷണത്തിനായിട്ട് നടത്തിയ സ്ഥലം ആണെന്നാണ് എന്റെ അറിവ്. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സാറിലേക്ക് പോവാം. സാറേ സംസാരിക്കാമോ? സംസാരിക്കാം. ഡോക്ടർ ശ്രീകുമാർ അല്ലേ? ജയകുമാർ. ജയകുമാർ, വളരെ നന്നായിരുന്നു, നല്ല പ്രഭാഷണം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇത്രയും ഇൻട്രസ്റ്റ് കൂടി പറയാൻ കാര്യം എന്താ വെച്ചാൽ, എനിക്ക് 24 സെന്റ് സ്ഥലമാണുള്ളത്. എൻ്റെ വീടിന്റെ പുറവശത്ത് ഞാൻ 8 മീറ്റർ നീളത്തിൽ 5 മീറ്റർ വീതിയിൽ 8 അടി ആഴത്തിൽ ഒരു ഒരു കുളം കുഴിച്ച് അതിന്റെ ചുറ്റും കരിങ്കല്ല് കെട്ടി ഇപ്പം അത് നിറഞ്ഞു കിടക്കുന്നു. അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. അതെന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ വീഴുന്ന വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്തില്ല എങ്കിൽ ഇത് നേരെ കീഴ്പോട്ടങ്ങ് പോയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ മേലാത്ത ഒരു സിറ്റുവേഷൻ വരും. ഇത് ഓരോ ആളും, പണ്ടൊക്കെ നമ്മുടെയൊക്കെ പറമ്പില് ധാരാളം കുളങ്ങൾ ഉണ്ടായിരുന്നു, ആ കുളമെല്ലാം മനുഷ്യൻ നികത്തി. ധാരാളം തോടുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം മനുഷ്യൻ നികത്തി. അവരെ ഞാൻ കുറ്റം പറയില്ല, താമസിക്കാൻ സ്ഥലം വേണം, അതുകൊണ്ടായിരിക്കും അത് ചെയ്തത്. അതങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് അടുത്ത കാര്യം പറയാനുള്ളത്, ഈ അടുത്ത കാലത്ത് മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്തുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു? അവരുടെ സ്ഥലം മുഴുവൻ എൻക്രോച്ച് ചെയ്ത് നമ്മുടെ ആൾക്കാര് താമസിക്കാനല്ല, മറിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ ഓരോ റബ്ബറും അതും ഇതുമുള്ള കൃഷി സ്ഥലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ശരിക്കും ആഹാരത്തിന് വേണ്ടി അല്ല കപ്പയോ അതോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ കൃഷി ചെയ്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇതങ്ങനെയല്ല, വാണിജ്യാടിസ്ഥാനത്തിൽ ഈ പശ്ചിമഘട്ടം തുരന്ന് ഇതെല്ലാം ചെയ്തപ്പോൾ എന്ത് പറ്റി? അവരുടെ സ്ഥലം
നമ്മൾ കയ്യേറി. അവര് ഇപ്പൊ നാട്ടിലേക്ക് വന്നിരിക്കുന്നു. അവരെ ഇലക്ട്രിക് കമ്പി ചുറ്റി വെച്ച് കൊല്ലുന്നു, അടിച്ചു കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു. ഇതെല്ലാം ഇപ്പൊ മനുഷ്യൻ ഭൂമിയിൽ ഇത്രയും ക്രൂരരായ ഒരു ജീവിയുണ്ടെങ്കിൽ ഈ ഇരുകാലി മൃഗങ്ങളായ നമ്മളാണ്. ചിലപ്പോ അങ്ങനെ തോന്നിപ്പോകുന്നു. എനിക്ക് വേറൊന്നും പറയാനില്ല. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെ ഹരിഹരൻ സാറിന് വളരെ ധാർമ്മിക രോഷം ഉണ്ടെന്ന് മനസ്സിലായി. നമുക്കെല്ലാം ഈ പറഞ്ഞ ഓരോ തുള്ളി ഇതിന്റെ പെരുവെള്ളം ഉണ്ടാവുന്നു. അപ്പൊ നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ വിഷയം ഹോമിയോപ്പതിയായിട്ട് ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അതായത് ഹോമിയോപ്പതിയിൽ ധാരാളം ഔഷധങ്ങൾ പലതും സസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ സസ്യങ്ങളുടെ ക്വാളിറ്റി, മരുന്നിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹോമിയോപ്പതിയുടെ നിലനിൽപ്പിനും ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് നിലനിൽപ്പിനും അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാരും ഇത്തരം ഔഷധങ്ങളെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയർ ഫാർമസിയിൽ പഠിക്കുന്നുണ്ട്. അത് വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഹോംകോ എന്ന കമ്പനിക്ക് സ്വന്തമായിട്ട് ഗാർഡൻ ഉണ്ട്. ഇപ്പൊ ഡോക്ടർ സനേഷിനെ വിളിക്കുകയാണ്. IFPHന്റെ നട്ടലായ ഡോക്ടർ സനേഷ്. ഒറ്റയാൾ ഹനുമാൻ മറ്റേ മരുത്വാമൻ എടുത്തോണ്ട് പോലെയാണ് സനേഷ് ഡോക്ടർ കൊണ്ടുവിടണം IFPHനെ. ഡോക്ടറെ നന്ദി ഡോക്ടറെ. അതായത് ഇന്നിപ്പോ ജയകുമാർ സാർ ഈ വേദിക്ക് സമ്മാനിച്ചത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു സുപ്രധാന വിഷയമാണ് പ്രകൃതി സംരക്ഷണം. ഞാൻ ഒരു മുഹമ്മക്കാരനാണ്. ഞങ്ങളുടെ നാട്ടില് മിക്കവാറും വീടുകളിലെല്ലാം ഹരിഹരൻ ഡോക്ടർ പറഞ്ഞ പോലെ കുളങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും ഒരു 3 കുളം ഉണ്ടായിരുന്നു. 2 നികത്താൻ പരിപാടി ഇട്ടപ്പോൾ ഞാൻ ഒരിക്കലും സമ്മതിക്കാതെ ഒരെണ്ണം അത്യാവശ്യത്തിന് നികത്തി. അങ്ങനെ ബാക്കി കുളങ്ങൾ ഇപ്പോഴും നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് മീനൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ കേരളത്തിൽ ഓരോ വർഷവും പ്രളയങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത് കേട്ടാൽ തോന്നും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മഴ പെയ്യുന്നതെന്ന്. യഥാർത്ഥത്തിൽ മഴ ഇതിലും കൂടുതൽ പെയ്ത വർഷങ്ങൾ പണ്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് പെയ്യുന്ന മഴയെല്ലാം ആ വെള്ളം മുഴുവൻ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതുപോലുള്ള കുളങ്ങളിലൂടെയൊക്കെ. അതിൻ്റെ എല്ലാം അപര്യാപ്തതയും അതുപോലെ തന്നെ എവിടെയൊക്കെ ഇപ്പൊ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞ അവര് മനുഷ്യർക്ക് താമസിക്കാൻ വേണ്ടി ആയിരിക്കും നികത്തിയത്. പക്ഷെ ആ താമസിക്കാൻ വേണ്ടി നികത്തിയതാണെങ്കിൽ പോലും നമുക്ക് ഒരു പരിധി വരെ അംഗീകരിക്കാം. പക്ഷെ ഇത് താമസിക്കുന്നത് കൂടാതെ തോടുകൾ അതിക്രമിച്ച് കയറി അത് സ്വന്തം കീശയിലാക്കി ഭാവിയിൽ അതിന് വില കിട്ടും കച്ചവടത്തിന് വേണ്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. വലിയ വലിയ മാളുകൾ വരെ അങ്ങനെയാണ് പണിയുന്നത്. നമ്മുടെ തോടുകൾ സിറ്റിയിൽ മുഴുവൻ ഇപ്പൊ വെള്ളക്കെട്ട് വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പ്രകൃതി സംരക്ഷണത്തിലെ അപാകതകൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ശരിക്ക് എന്താണോ ഇവിടെ പണ്ട് ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എങ്കിലും, അതായത് 20 വർഷം എന്ന് പറയുമ്പോൾ അത് കുറേ അങ്ങ് ആയിപ്പോകും. എങ്ങനെയാണോ ഓരോ വില്ലേജിലും തോടുകളും ഒക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം കണ്ടുപിടിച്ച് അത് നിർബന്ധമായിട്ടും സർക്കാർ തിരിച്ചു കൊണ്ടുവരുന്നുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് ഒരു ഓർഡിനൻസ് തന്നെ ഇറക്കി അതൊരു നിയമമാക്കി അത് പരിരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഈ ഇപ്പോഴുള്ള ഇത് പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തോടുകളിൽ ഇപ്പൊ നമുക്കറിയാം തോടുകൾക്കൊന്നും ആഴമില്ല. കാരണം ഇതെല്ലാം മണ്ണ് വന്ന് നിറഞ്ഞങ്ങ് കിടക്കുകയാണ്. ഇതെല്ലാം വെട്ടി അത് സംരക്ഷിക്കുകയാണെങ്കിൽ ഈ തോട്ടിലുള്ള അല്ലെ ആറ്റിലുള്ള അല്ലെ നദിയിലുള്ള വെള്ളം നമുക്ക് സംരക്ഷിക്കാനുള്ള മാർഗങ്ങളും വേണം. അപ്പൊ ഞാനിത് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടില് ഒരു 1975 മുതൽ തന്നെ ഇവിടെ ഒരു പ്രകൃതി ജീവന കേന്ദ്രവും അതുപോലെ തന്നെ ഒരു ക്ലബും ഉണ്ട്, ഞങ്ങളുടെ പ്രകൃതി ക്ലബ്, സംരക്ഷണ ക്ലബ്ബ്. അതിന്റെ ഭാഗമായിട്ട് അതിലൊക്കെ ഞാനും മെമ്പറായിരുന്നു. പക്ഷെ ഇവിടെ ശ്രീ KV ദയാലാണ് അതിന്റെ മുഖ്യ രക്ഷാധികാരിയും അദ്ദേഹമാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. അപ്പൊ ഒത്തിരി പ്രകൃതി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി സമയം ആ ഒരു ഗ്രൂപ്പ് എനിക്ക്, പക്ഷെ അത്രയൊന്നും അവരോട് കൂടി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കൂടുതൽ പങ്കെടുക്കാൻ എൻ്റെ ക്ലിനിക്കിലെ തിരക്കും വീട്ടിലെ തിരക്കും പിന്നെ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ അവർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ബോധവൽക്കരിക്കാനായിട്ട് അവർ ഒത്തിരി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ നമ്മുടെയൊക്കെ സ്കൂളുകളിലൊക്കെ പാഠ്യപദ്ധതികൾ ഇതൊക്കെ ഉണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ
പ്രവർത്തിക്കുന്നില്ല. അതൊരു അതിന് ഒരു സിൻസിയറിറ്റി ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും അത് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് അത് സക്സസ്ഫുൾ ആകുന്നത്. ഇതെല്ലാം നമ്മൾ സർക്കാരിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ പോലെയാണ് പലതും കണ്ടു. അപ്പൊ ഇതൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് സാറിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഈ വേദിയിൽ പങ്കുവെക്കാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാർ ദേശീയ അവാർഡ് ജേതാവ് കൂടിയാണ് അധ്യാപകരുടെ. ജയകുമാർ സാർ. സാറ് എന്നോടാണോ ചോദിച്ചത്? അതെ. അതെ. ശരി. സാറ് പറഞ്ഞ ഈ കുളനകത്തില് മാത്രമല്ല സാറേ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെറിയ പുഴകളെ, അല്ലെങ്കിൽ നമ്മള് ഈ ചെറിയ നദി ചിറ്റാറെന്ന് പറയും. ഈ നദീദിനം നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇത് അധ്യാപകരുടെ കാര്യം പറഞ്ഞു, ഇതെല്ലാം സിലബസിലും പാഠ്യപദ്ധതിയിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മനോധർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഉദാഹരണം, ഞാൻ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൂർ പോയിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാർ അത് കന്യാകുമാരിയില്. ഞാൻ ചോദിച്ചു, എന്താണ് കന്യാകുമാരിയുടെ പ്രത്യേകത? നിങ്ങൾ ഈ 6 വർഷം പഠിച്ചതിനിടയ്ക്ക് 4 വർഷം കന്യാകുമാരി പോയിരിക്കണം, എന്താണെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എന്നോട് പറഞ്ഞത്, അവന് ഇപ്പോ എല്ലാ വിഷയത്തിനും A+ വാങ്ങിച്ച കുട്ടിയും കൂടിയാണ് 10ാം ക്ലാസ്സിൽ. അവനെ അവിടുത്തെ അഭിനന്ദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചോദിച്ചതും പറഞ്ഞത്. അവൻ പറഞ്ഞത്, കന്യാകുമാരിയിൽ പോയാൽ അവിടെ വിവേകാനന്ദ പാറ കാണാം, അതിന്റെ അപ്പുറത്ത് ഇപ്പൊ തിരുവള്ളുവരുടെ ഒരു പ്രതിമയുണ്ട്, അത് കാണാം, പിന്നെ കന്യാകുമാരി ക്ഷേത്രവും കാണാം. ഇത് 3 മാത്രമേ അവർക്കറിയാവൂ. 4 പ്രാവശ്യം പോയിട്ടും ഈ പോയ അധ്യാപകർ പോലും ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ അധ്യാപകന്റെ ആയിരുന്നത് കൊണ്ടും ഇന്നും ആ വൃത്തി ചെയ്യുന്നത് കൊണ്ടുമാണ് പറയുന്നത്. അവിടെ നമ്മൾ കന്യാകുമാരിയിൽ കുട്ടികളെ കൊണ്ടുപോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത ഒരു കാഴ്ച അവിടെ ഉണ്ട്. അതായത് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ ഓഷനും തങ്ങളിൽ സംയോജിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളവിടെ കന്യാകുമാരിയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ വലത്തോട്ട് കാണുന്നത് അറബിക്കടലും ഇടത്തോട്ട് കാണുന്നത് ബംഗാൾ ഉൾക്കടലും, അങ്ങ് അകലെ ഒരല്പം കലങ്ങി മറിഞ്ഞ് കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഇത് ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു കാഴ്ചയാണെന്ന് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഒരേ സ്ഥലത്ത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം നിന്നാൽ അവിടെ ഉദയവും കാണാം, അസ്തമനവും കാണാം. ഇതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അത് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് സൂചിപ്പിക്കാൻ കാര്യം, പാഠ്യപദ്ധതിയിലും പരിസ്ഥിതി പഠനവും ഒക്കെ ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞു, സാറോടെ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷെ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് എന്ത് കാര്യം സാറ്? എല്ലാ പാഠപുസ്തകത്തിലും എത്രയോ വർഷമായിട്ട് അടിച്ചു വരുന്നതാണ് സയൻസിനെ കുറിച്ച്, സയൻസിന്റെ അവബോധത്തെ കുറിച്ച്. പക്ഷെ ആരും തന്നെ ഈ അവബോധം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. ആ ഭാഗമേ അവർ തൊടുന്നില്ല. ശാസ്ത്ര അവബോധം എന്നാൽ എന്ത്, സയന്റിഫിക് ടെമ്പർ എന്താണെന്ന് പഠിപ്പിക്കുന്നവർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് എൻ്റെ ഇത്. ഞാനിപ്പോൾ പോകണത്തെല്ലാം സ്കൂളുകളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അധ്യാപകരുടെ ട്രെയിനിങ്ങിന് ക്ലാസ് എടുക്കാൻ ഞാൻ പോകുന്നുണ്ട്, അവിടെയും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് വേണമെന്നുള്ളതല്ല, നമുക്ക് ഒരു മനസ്സ് വേണം ഇതിനെല്ലാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വാറത്തിന്റെ പേരിൽ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നു, ഞാനും അതിനോടൊപ്പം തന്നെ ചേർന്നു. അതിനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഇന്ന് 4 പരിപാടി പകല് നടത്തിയ ആളാണ്. അതേ എനിക്കതിന് പറയാനുള്ളൂ. അതെല്ലാം ഈ നികത്തലുകളും കുഴിക്കലുകളും എല്ലാം ഇങ്ങനെ പല ജനപ്രതിനിധികളുടെ ഇഷ്ടം പോലെ തോന്നിയ പോലെയൊക്കെ പലയിടത്തും നടക്കുകയാണ്. ഇതിനൊന്നും ഒരു നിയന്ത്രണവും ഇല്ല. നമുക്ക് നിർത്താനുള്ള സമയമായി. നമ്മുടെ മഹാകവി ഉള്ളൂർ പറഞ്ഞ പോലെ പാഷാണൌഷധി പക്ഷി മൃഗാദികൾ പല പല വടിവുകളിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നന്ദി പറയാനായിട്ട് ഡോക്ടർ സനേഷ് ക്ഷണിക്കുകയാണ്. തീർച്ചയായും ഇന്നത്തെ ഈ പ്രകൃതി സംരക്ഷണ ദിനം വളരെ ഗംഭീരമാക്കാൻ നമുക്ക് പറ്റി. കാരണം IFPH എന്ന് പറയുന്ന ഹോമിയോപ്പതി പ്രൊമോട്ട് ചെയ്യാനുള്ള വേണ്ടി തുടങ്ങിയ ഒരു സംഘടനയാണെങ്കിലും അതിനോടനുബന്ധിച്ച് ഹോമിയോപ്പതി നിലനിൽക്കുന്നത് തന്നെ പ്രകൃതിയോട്ട് ആയിട്ട് കോർത്തിണങ്ങിയ ഈ ഒരു ചികിത്സാ സമ്പ്രദായം കൂടി ആയതുകൊണ്ടാണ്. അപ്പൊ പ്രകൃതി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയാണ്.
അല്ലാതെ നമ്മൾ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ വന്ന് പ്രതിരോധ കുത്തിവയ്പ്പായി മാറിയിരിക്കുകയാണ്. ഈ തട്ടിപ്പിനെയാണ് നമുക്ക് എതിർക്കേണ്ടത്. അതിനെയാണ് നമുക്ക് കൂടുതൽ അവബോധം മനുഷ്യരുടെ മുന്നിൽ എത്തിക്കേണ്ടത്. അതിനായിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വേദിയിൽ നമ്മുടെ അതിഥികളായി ഇവിടെ എത്തി നമുക്ക് വേണ്ടി ഈ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം ഭംഗിയാക്കി തന്ന, അതിന്റെ ഉദ്ഘാടനം നടത്തി തന്ന ഡോക്ടർ ആർ അജയ്കുമാർ വർമ്മ സാറിന് IFBHന്റെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ജയകുമാർ ഡോക്ടറെ വളരെ സന്തോഷത്തോടുകൂടി അങ്ങയുടെ പ്രഭാഷണത്തെയും അത് കേട്ടിരിക്കാൻ ഭാഗ്യം ലഭിച്ച മറ്റുള്ള ഈ വേദിയിലുള്ള എല്ലാവർക്കും പ്രത്യേകം ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ, തുടർ പ്രഭാഷണങ്ങൾക്കായിട്ട് അങ്ങ് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങളോടൊപ്പം ചേരണമെന്നും ഈ വേദിയിൽ വന്ന് ഓരോ സമയത്തുണ്ടാകുന്ന ആനുകാലിക വിഷയങ്ങളിൽ ഓരോ ചെറിയ അവബോധം മനുഷ്യർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾ നടത്തണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും അങ്ങക്ക് എൻ്റെ പേരിലും IFBHന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ വേദിയിൽ നമ്മുടെ സ്വാഗത പ്രസംഗം നടത്തിയ നമ്മുടെ തന്നെ പ്രധാനപ്പെട്ട മോഡറേറ്റർമാരിൽ ഒരാളായ ഷൈല ഡോക്ടർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഈ വേദിയിൽ മോഡറേറ്റ് ചെയ്തതിനായിട്ട് നമ്മോടൊപ്പം തുടക്കം മുതൽ വളരെ ഗംഭീരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ഈ ഒരു സെഷൻ തന്നെ IFBHന് വേണ്ടി ഒരുക്കി കോർത്തിണക്കി കൊണ്ടുവന്ന മനോജ് ഡോക്ടർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ വേദിയിൽ ഏറ്റവും നല്ല ഒരു ചോദ്യം ചോദിക്കുകയും സ്വന്തം അഭിപ്രായം പറയുകയും ചെയ്ത ഹരിഹരൻ ഡോക്ടറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ വേദിയിൽ നമ്മോടൊപ്പം കേട്ടിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് നല്ല രീതിയിൽ ഭാവിയിൽ പ്രകൃതി സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങാൻ തയ്യാറായിരിക്കുന്ന നമ്മുടെ ഹോമിയോപ്പതി സ്നേഹികളോടും ഡോക്ടർമാരോടും ഒരിക്കൽ കൂടി IFBHന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഇതേപോലെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.